നമസ്കാരം, കേരള വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് കടക്കുന്നത്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.5% വിജയമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,24,583. വിജയശതമാനം 99.5. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 61,449. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ 99.87%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം 98.59%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ലകൾ പാല, മാവേലിക്കര 100%. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ 98.28%. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. 99.5% ഈ വർഷത്തെ വിജയ ശതമാനം. കഴിഞ്ഞ വർഷത്തെക്കാൾ 0.19% കുറവാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മണിക്കൂർ മുതൽ PRD ലൈവ് മൊബൈൽ ആപ്പിലടക്കം വെബ്സൈറ്റുകളിലടക്കം തന്നെ ഫലം അറിയാൻ ആകുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ റിസൾട്ട് നോക്കാനുള്ള സമയമായി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് വിവിധ വെബ്സൈറ്റുകളിൽ, അതായത് PRD വെബ്സൈറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ സർക്കാർ നിർദ്ദേശിക്കുന്ന മറ്റു പല വെബ്സൈറ്റുകളും SSLC റിസൾട്ടിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ വെബ്സൈറ്റുകളിലുമൊക്കെ അവരുടെ പരീക്ഷാഫലങ്ങൾ അറിയാൻ സാധിക്കും. ഏതായാലും എത്രത്തോളം വിജയ ശതമാനമുണ്ട് എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. 99.5% വിജയ ശതമാനമാണുള്ളത്. അതായത് പരീക്ഷ എഴുതിയ അത്രത്തോളം കുട്ടികളിൽ ഒരു വലിയ ശതമാനം വിജയമുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതായത് 0.19% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾ 61,449 വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ തോതിലുള്ള ഒരു കുറവുമുണ്ട്. അതായത് വിദ്യാഭ്യാസ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവുക, വലിയ ശക്തമായ ഒരു കൃത്യതയോടെയുള്ള മൂല്യനിർണ്ണയം എല്ലാം നടത്തി വരുമ്പോൾ വിജയ ശതമാനത്തിൽ നേരിയ കുറവുകൾ വരും. നല്ല ക്വാളിറ്റിയുള്ള, അതായത് നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം ആ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ ഒരു ശതമാനം വലിയ ഗുണകരമായി വരും എന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. ഏതായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണെങ്കിൽ പോലും നേരിയ രീതിയിലുള്ള കുറവാണ്. കൂടിയ വിജയ ശതമാനമുള്ള ജില്ല കണ്ണൂരാണ്, കുറവ് തിരുവനന്തപുരമാണ്. റവന്യൂ ജില്ലയാണെങ്കിൽ ഏറ്റവും കുറവ് ആറ്റിങ്ങലാണ്, അതും തിരുവനന്തപുരത്തേക്കാണ്. ആ ഒരു ചെറിയ വ്യത്യാസമാണ് ഉള്ളത്. ഏതായാലും ഗൾഫ് സെന്ററുകളിലെ പരീക്ഷകൾ കൂടി കണക്കാക്കുമ്പോൾ 99.12% വിജയമുണ്ട്. 7 സെന്ററുകളിൽ 4 സെന്ററുകളും പൂർണ്ണ വിജയം നേടിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ പരീക്ഷ എഴുതിയത് PK MMHS മലപ്പുറം എന്ന സ്കൂളിലാണ്. ഏറ്റവും കുറവ് കണ്ണൂർ സെന്റ് ജോസഫ് സ്കൂളിലാണ് പരീക്ഷ എഴുതിയത്. ഒരു കുട്ടി മാത്രമാണ് എഴുതിയത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് മന്ത്രി പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും 856 സർക്കാർ സ്കൂളുകളിൽ മുഴുവൻ കുട്ടികളും വിജയിച്ചിട്ടുണ്ട്. എയ്ഡ് സ്കൂളാണെങ്കിൽ 1034 വിദ്യാർത്ഥികളാണ്. അൺഎയ്ഡഡിൽ 441 വിദ്യാർത്ഥികൾ. മുഴുവൻ കുട്ടികളും വിജയിച്ച കണക്കാണത്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിലും വലിയ വിജയ ശതമാനം ഉയർന്നു വരുന്നുണ്ട്. 98.66% ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഷെഡ്യൂൾഡ് ട്രൈബിൽ വരുന്നത് 98.02% വിജയ ശതമാനമാണ്. ഏതായാലും ഇതൊക്കെ വലിയ നേട്ടമായി തന്നെയാണ് കണക്കാക്കുന്നത്. SSLCയിലെ ഉപരിപഠനത്തിന്, അതായത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അർഹത നേടിയ വിദ്യാർത്ഥികൾക്ക് ഇനി +1 പ്രവേശനമായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങാനുള്ള സമയമുണ്ട്. ഏതായാലും വിജയ ശതമാനം പോലെ തന്നെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത് പോലെ ഇനി ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓരോ സ്കൂളുകളിൽ പ്രിൻസിപ്പളുടെ നേതൃത്വത്തിൽ അധ്യക്ഷനായിക്കൊണ്ട് 5-അംഗ കമ്മിറ്റി രൂപപ്പെടുത്തും. അത് കൃത്യമായി മോണിറ്റർ ചെയ്യണം. അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ PTA വിഭാഗത്തിന്റെ പേരിൽ പണം ശേഖരിക്കുന്ന കാര്യങ്ങൾ, പണം പിരിക്കുന്ന കാര്യങ്ങളിലടക്കം നിയന്ത്രണം കൊണ്ടുവരുമെന്നും അനധികൃതമായി പിരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ PTA പിരിച്ചുവിടാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. ഏതായാലും ഒരു സ്കൂൾ അധികാരികൾക്കും ഇതിൽ മേൽ അധികാരമുണ്ടാവില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം മന്ത്രി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സീറ്റിന്റെ കാര്യത്തിലും 4,41,887 സീറ്റുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആകെ ഉള്ള സീറ്റുകളുടെ കണക്കാണെങ്കിൽ ഈ വിദ്യാർത്ഥികൾ വിജയിച്ച കണക്കിൽ നിന്നും 50,334 സീറ്റുകളുടെ എണ്ണം വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇനി നികത്താനാകും
എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. അത് സാധാരണഗതിയിൽ ശതമാനക്കണക്ക് 20-30% പലയിടത്തും സീറ്റ് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കും. ഈ ഒരു മാറ്റം കൂടി ഏതായാലും ഉണ്ടാകും എന്നുള്ള കാര്യം വളരെയധികം വ്യക്തമാണ്. അതോടൊപ്പം തന്നെ തുടർ പഠന സാധ്യതകൾക്ക് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്താനുള്ള നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും വലിയൊരു വിജയ ശതമാനം തന്നെയാണ് ഇത്തവണയും ഉള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ തോതിലുള്ള വ്യത്യാസം മാത്രമാണ്. അത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ ഉയർത്തുകയാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശരി വിഷ്ണു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. IPS തലപ്പത്ത് അഴിച്ചുപണി. മനോജ് എബ്രഹാം വിജിലൻസ് ഡയറക്ടറാകും. യോഗേഷ് ഗുപ്ത ഫയർഫോഴ്സ് മേധാവിയാകും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, IPS തലപ്പത്തെ അഴിച്ചുപണിയിൽ മനോജ് എബ്രഹാം വിജിലൻസ് ഡയറക്ടറാകും. യോഗേഷ് ഗുപ്ത ഫയർഫോഴ്സ് മേധാവിയാകും. മറ്റ് വകുപ്പുകൾ, വിവരങ്ങൾ. സംസ്ഥാന DGP വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ IPS തലപ്പത്ത് വലിയ തരത്തിലുള്ള ഒരു അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു പ്രത്യേക തസ്തിക തന്നെ സൃഷ്ടിച്ചുകൊണ്ട് DGP MR അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നേരത്തെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ചുമതലയുണ്ടായിരുന്ന ഡയറക്ടർ ജനറൽ ആയിരുന്ന യോഗേഷ് ഗുപ്തയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം അഗ്നിശമന സേനയുടെ തലവനായിരുന്ന മനോജ് എബ്രഹാമിനെ വീണ്ടും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പൂർണ്ണ ചുമതലയുള്ള DGP ആയി നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട 3 നിയമനങ്ങൾ. അതായത് യോഗേഷ് ഗുപ്തയെ അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ മേധാവിയായും മനോജ് എബ്രഹാമിനെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ മേധാവിയായി നിയമിച്ചു. ഒപ്പം പ്രത്യേക തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് MR അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നു. മൊത്തം 9 IPS ഉദ്യോഗസ്ഥന്മാർക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. അത് പലരുടെയും വകുപ്പുകൾ തലത്തിൽ മാത്രം ഉള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ഇനിയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ബൽറാം കുമാർ ഉപാധ്യായാണ്. DGP പ്രിസൺ അതായത് ജയിൽ DGP ആയ ബൽറാം കുമാർ ഉപാധ്യായെ കേരള പോലീസ് അക്കാദമിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ചില മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട്. 9 IPS ഉദ്യോഗസ്ഥന്മാരെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതിൽ 2 എസ്റ്റേഡർ, അതായത് 2 പ്രത്യേക തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് MR അജിത് കുമാറിന് എക്സൈസ് കമ്മീഷണറായി നിയമനം നൽകിയിട്ടുള്ളത്. ശരി ബിനോയ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ